ഇനി എന്താണ് അടുത്ത വർഷം ആകുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോൾ. സേഫ് പ്ലേസ്. കിച്ചുവിന്റെ ഒരു പോഡ്കാസ്റ്റ് കാണാനിടയായി. ആ പോഡ്കാസ്റ്റിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അത് കണ്ടപ്പോ സത്യത്തില് ഈ പയ്യനോടുള്ള ബഹുമാനം കുറച്ചും കൂടി കൂടി. കാരണം എത്ര മാന്യമായിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒരു അഹങ്കാരവും ഇല്ലാതെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ മാന്യമായിട്ട് പ്രതികരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാമായിരുന്നു. പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഇന്റർവ്യൂ നടത്തേണ്ടത്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ സ്റ്റെപ്പ് മോം രേണു സുധിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി കുറച്ചും കൂടി വൈറലാക്കാമായിരുന്നു അവർക്ക്. പക്ഷെ അത് ചെയ്തില്ല. മച്ചാൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിലാണ് ആ പോഡ്കാസ്റ്റ് വന്നത്. ആ പോഡ്കാസ്റ്റ് നടത്തിയവരോടും എനിക്ക് ബഹുമാനം തോന്നി. കാരണം വന്നിരിക്കുന്ന ആ ഒരു ഗസ്റ്റ് കിച്ചു, ആ വ്യക്തിയുടെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്നും തലയിടാതെ വളരെ നോർമൽ ആയിട്ടുള്ള അയാളുടെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും കിച്ചുവിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ടും അവന്റെ ബിസിനസിനെ പറ്റിയിട്ടും പിന്നെ പേഴ്സണലായിട്ട് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛനെ പറ്റിയിട്ടും അനിയനെ പറ്റിയിട്ടും മാത്രമാണ് സംസാരിച്ചത്. അത് ഒരേ ഒരു ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രം ചോദിക്കുകയും വളരെ മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് എല്ലാം. ഒരു ഫ്രണ്ട്ലി ചാറ്റ്, ഒരു ഫ്രണ്ട്ലി ചിറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇന്റർവ്യൂ കടന്നു പോകുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ വേണം ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ വൈറലാകാൻ വേണ്ടിയിട്ടും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അനാവശ്യമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു ഇന്റർവ്യൂ കിട്ടി, ആ ഒരു പോഡ്കാസ്റ്റിന്റെ വേദി കിട്ടി, ആ സമയത്ത് എന്തൊക്കെ സംസാരിക്കാമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു. ആരെയൊക്കെ വേണമെങ്കിലും വലിച്ചിടാമായിരുന്നു. പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വലിച്ചിടാമായിരുന്നു. ഇവൻ രേണു സുധിയെ പറ്റിയിട്ട് സംസാരിക്കാമായിരുന്നു. രേണു സുധിയിൽ നിന്ന് നേരിട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കാമായിരുന്നു. പക്ഷെ ആ പയ്യൻ സംസാരിച്ചില്ലല്ലോ. 22 വയസ്സേ ഉള്ളെന്നുണ്ടെങ്കിലും അതിന്റെ പക്വതയോട് കൂടിയിട്ടാണല്ലോ അവൻ സംസാരിക്കുന്നത്. നേരെ മറിച്ച് അതിന് 2-3 ദിവസം മുമ്പ് രേണു സുധിയുടെ ആ ഒരു ഇന്റർവ്യൂ നടത്തിയ ചാനലുകാർ പറയുന്നത് രേണു അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഒരു ഇന്റർവ്യൂയിലൂടെ ഒരു അസുഖം വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നല്ല കാര്യങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. കാരണം ഓൾറെഡി അവർക്ക് ഒരു വലിയ തിരിച്ചടി നേരിട്ടു. അതൊരു വലിയ തിരിച്ചടിയാണ്. അതെങ്ങനെയും കുറയണം, മാറണം, നല്ല രീതിയിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് ആ സമയം ഉപയോഗിക്കേണ്ടത്. രേണുസുധി അവിടെ എന്താണ് കാണിച്ചത്? ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പോലും, നല്ലൊരു സ്ത്രീ ഒരു കാരണവശാലും കിച്ചുവിനെ പറ്റിയിട്ട് ചോദിച്ച ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പറയില്ല. അവിടെ വളർത്തമ്മയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വാ തുറന്ന് സംസാരിക്കുന്നത് കേട്ടു. ഒരു വളർത്തമ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും രേണു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കിച്ചു രേണുവിനെ, എനിക്ക് ശരിക്കും അത് പറയാൻ വയ്യ, അത് ആരോ എവിടോ പറഞ്ഞു, റൂമേഴ്സ് കേട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം ആവർത്തിക്കുകയാണ്, ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ചോദ്യം ചിരിയോടുകൂടി കേൾക്കുന്ന രേണു, ചിരിച്ചോണ്ടാണ് രേണു കേൾക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞില്ല, ചിരിച്ചോണ്ടാണ് കേൾക്കുന്നത്. അതിനകത്ത് ഇത്ര ചിരിക്കാൻ എന്താണ്? ഒരു നല്ലൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ രേണു പ്രസവിച്ച കുട്ടിയല്ല, രേണു ഒരു ആൺകുട്ടിയെ പ്രസവിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു മകനെ പറ്റിയിട്ടാണ് അറിയുന്നതെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയുടെ അമ്മ ചിരിച്ചോണ്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു വാക്ക്. നമ്മൾ ചിരിച്ചോണ്ട് കേൾക്കുവോ? നമ്മൾ ഒരിക്കലും ചിരിച്ചോണ്ട് കേൾക്കില്ല. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെയാണ് വരുന്നത്. ആ ഒരു എക്സ്പ്രഷനിലൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു ചോദ്യം കേൾക്കുക. പക്ഷെ രേണു ചിരിച്ചോണ്ട് കേൾക്കുന്നു. എന്നിട്ട് അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ടോ? ഇല്ല, വ്യക്തമായ മറുപടി പറയുന്നില്ല, അതിനെ എതിർക്കുന്നില്ല. പിന്നെ കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക്, കൂടുതൽ നെഗറ്റീവിലേക്ക് ആ പയ്യനെ എങ്ങനെയെങ്കിലും വലിച്ചിടണം എന്ന് മാത്രമാണ് പുള്ളിക്കാരി നോക്കുന്നത്. ആരും കുറ്റം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം, എന്നെ എല്ലാരും കുറ്റം പറഞ്ഞോ എന്നുള്ള രീതിയിലല്ലേ രേണു സംസാരിച്ചത്. ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടു രേണുവിനെ അങ്ങ് വിമർശിക്കുവാണ്, രേണുവിനെ വെച്ചങ്ങ്. ഒറ്റ കാര്യം ചെയ്യട്ടെ, രേണു എന്ന് പറയുന്ന വ്യക്തിയിൽ എത്ര പോസിറ്റീവ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും? നെഗറ്റീവ്സ് അല്ലാതെ എത്ര പോസിറ്റീവ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും? എല്ലാവരെ പോലെയും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ, അതെല്ലാം അംഗീകരിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിനോ അവർക്ക് ഏത് രീതിയിലുള്ള ഫാഷനബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ രേണു എന്ന് പറയുന്ന സ്ത്രീ നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്?
അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലുകാർ എന്നെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത്, റിയാക്ഷൻ ചാനലുകാർക്ക് എടുത്ത് പ്രതികരിക്കാനുള്ള സാധനങ്ങളെല്ലാം എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? രേണുവാണ്. കാണിച്ചുകൊണ്ടിരുന്നിരുന്നത് ആരാണ്? രേണുവാണ്. അപ്പം മനഃപൂർവ്വം അവരെ തന്നെ എക്സ്പോസ് ചെയ്ത് മനഃപൂർവ്വം അവരെ തന്നെ അങ്ങനെ ചിത്രീകരിച്ചിട്ട് മറ്റുള്ളവരാരും തന്നെ അവരെ പറ്റിയിട്ട് സംസാരിക്കാൻ പാടില്ല. ഈ പയ്യൻ തന്നെ ഇപ്പോ അവന്റെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുവാണ്. അവൻ പറയുന്നു സ്ഥലം വാങ്ങിക്കണം, ആരും എന്നെ ഇറക്കി വിടാത്തൊരു വീട് വെക്കണം, സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അത് അവന്റെ ആഗ്രഹമായിരിക്കാം. കാരണം ഇത്രയും നാളും അവന് സ്വന്തമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ സ്വന്തം അമ്മ അവനെ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് അച്ഛന്റെ ജീവിതത്തിലേക്ക് വേറൊരു സ്ത്രീ വരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമതൊരു സ്ത്രീ വരുന്നു. മൂന്നാമതൊരു സ്ത്രീ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനെ നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ നെഗറ്റീവ്, അവരുണ്ടാക്കുന്ന കോൺട്രവേഴ്സി, അത് കാരണം ആ പയ്യന്റെ ജീവിതം ഏകദേശം ഒരു വല്ലാത്തൊരു ഘട്ടത്തിലാണ്. ഇപ്പൊ അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആ ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓരോരോ കാര്യങ്ങൾ ശ്രമിക്കുമ്പോ അവനെ പിന്നെ ഡ്രാഗ് ചെയ്ത് കുഴിയിലേക്ക് തന്നെ വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് രേണു ശ്രമിക്കുന്നത്. അവനായിട്ട് ആരെയും ഡ്രാഗ് ചെയ്ത് കുഴിയിലേക്ക് വലിച്ചിട്ടതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് തന്നെ എടുക്കുക. ഈ പോഡ്കാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അവന് എന്തൊക്കെ സംസാരിക്കാമായിരുന്നു. അവൻ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് 90% ആൾക്കാരും അവനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവനറിയാം. സോഷ്യൽ മീഡിയയിൽ അവനാണ് കൂടുതൽ സപ്പോർട്ട് എന്നുള്ളത് അവനറിയാം. വേണമെന്നുണ്ടെങ്കിൽ അവന് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാമായിരുന്നു. കഴിഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് അവന് സംസാരിക്കാമായിരുന്നു. അവൻ സംസാരിച്ചില്ലല്ലോ. അതാണ് മാന്യത എന്ന് പറയുന്നത്. അത് രേണു ഇന്നലെ കാണിച്ചത് മാന്യതയാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. രേണു കാണിച്ചത് എങ്ങനെയാണ് മാന്യതയാവുന്നത്? ഇനി കൊല്ലസുധിയുടെ വീട്ടുകാർ അങ്ങനെ ചെയ്തു. കൊല്ലസുധിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൻ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ തന്റെ കൂടപ്പിറപ്പ് മരണപ്പെട്ടു പോയി. അതിനുശേഷം കൂടപ്പിറപ്പിന്റെ വിധവ അല്ലെങ്കിൽ ഭാര്യ അവരെന്താണ് ചെയ്യുന്നത്? അവരിങ്ങനെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിക്കുന്നു, അവന്റെ പേരും പറഞ്ഞ് ഓരോരോ വൃത്തികേടുകൾ കാണിക്കുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അത് ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം രേണുവിനെ ഒരു കാരണവശാലും അവര് സപ്പോർട്ട് ചെയ്യില്ല. രേണുവിനോട് അവർക്ക് എതിർപ്പ് കാണും, വിയോജിപ്പുകൾ കാണും, പ്രശ്നങ്ങൾ ഒരുപാട് കാണും. അത് മാറ്റാനുള്ള കാര്യങ്ങളൊന്നും രേണുവായിട്ട് ചെയ്യുന്നില്ലല്ലോ. രേണുവിന്റെ ലൈഫ് നോക്കുന്നു. ഓക്കെ, അവരവരുടെ ലൈഫ് നോക്കട്ടെ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണും. അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും പ്രതികരിക്കാൻ കാണും. കൊല്ലസുധിയുടെ മരണത്തിന് ശേഷം നടന്നിട്ടുള്ള പല സംഭവങ്ങളെ പറ്റിയിട്ടും അവർക്ക് പ്രതികരിക്കാൻ കാണും. അതിനകത്ത് ഒരു കാര്യമുണ്ട്, ആ കൊല്ലസുധിയെ അടക്കിയ ആ ഒരു സംഭവം തൊട്ടുവരെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രതികരിക്കാനുണ്ടാകും. അതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഇത്രയും വേഴ്സ് ആയതുകൊണ്ടാണ്, സിറ്റുവേഷൻ വേഴ്സ് ആയപ്പോഴാണ് കിച്ചു പോലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞത്. കാരണം അവനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് അവൻ വരുന്നില്ല. അപ്പൊ ആൾക്കാരുടെ എല്ലാം ചിന്താഗതി അങ്ങോട്ടേക്ക് പോയി, ഇത്രയും നാളും വളർത്തിയിട്ട് ആ മോൻ പോയില്ലല്ലോ എന്ന് അവനൊരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ മാത്രമാണ് അവൻ സംസാരിച്ചത്. അതിന് മുമ്പ് വരെ ഇച്ചിപ്പോന്ന ഒരു നെഗറ്റീവും രേണുവിനെ പറ്റിയിട്ട് അവൻ സംസാരിച്ചതായിട്ട് നമുക്കറിവില്ല. അപ്പൊ മനഃപൂർവ്വം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച്, ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്തൊക്കെ വൃത്തികേടുകളും തോന്നിവാസവുമാണ് ആ സ്ത്രീ വന്നിരുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യുക. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി.